ഹലോ മച്ചാമാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു ഐപാഡിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഐപാഡ് ഞാൻ കുറച്ച് മാസം മുമ്പ് മേടിച്ചതാണ്. അതായത് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അന്ന് നമ്മൾ ഒരുപാട് കമ്പനികളുടെ സാംസങ്ങും അങ്ങനെ വലിയ വലിയ കമ്പനികളുടെ കമ്പാരിസൺ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഞാൻ എന്ന് വെച്ചാൽ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരുപാട് മേടിക്കാത്ത എൻ്റെ ആപ്പിലെ ടാബ് അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വേണം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു. എന്തെങ്കിലും ചെറിയ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ കഴിഞ്ഞു. അല്ല, അൺബോക്സിങ് വീഡിയോ ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ അടിപൊളിയായിട്ട് എൻ്റെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനൽ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കിട്ടുന്നുണ്ട്. ഞാൻ ഈ യൂട്യൂബെല്ലാം റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഇതിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പം ഇതാണ് അതിൻ്റെ പാക്കിംഗ് ബോക്സ്. അതായത് അന്ന് എൻ്റെ അവിടെ കിട്ടിയപ്പോഴത്തേക്ക് ഇതിനകത്തൊരു വലിയൊരു ബോക്സിനകത്താണ് വരുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും, പക്ഷെ ഇതിൻ്റെ അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, ലൈൻ പോലത്തെ. അത് പൊട്ടിക്കാൻ അടിപൊളിയാണ്, നൈസാണ്. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്. പക്ഷെ ഈ ഐഫോൺ ഒന്നതൊക്കെ അറിയാൻ പറ്റും നമുക്ക്. പക്ഷേ കത്തിയും കോടാലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഇതൊന്നും ജസ്റ്റ് പൊട്ടിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റിക്കറുണ്ട്, അത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് പൊട്ടിക്കാൻ പറ്റും. സ്പാണൊന്നുമില്ല. മറ്റേ ഫോണുകളൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്ക് എന്നുവെച്ചാൽ കത്തിയൊക്കെ വേണം പൊട്ടിക്കാനായിട്ട്. ഇപ്പം ഐഫോണിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇപ്പം മിക്ക ഫോണുകളും എനിക്ക് തോന്നുന്നത് ഏകദേശം ഇതുവഴിയായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് കാണിക്കാം. ഇതിനകത്ത് അന്ന് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഇതിൻ്റെ കുറച്ച് ബുക്കും കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കുറച്ച് ജാതകങ്ങളൊക്കെ അടങ്ങിയ ചെറിയ ബുക്ക്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളായി പേടന്നൊക്കെ എഴുതിയ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ബുക്കും പേപ്പറും മറ്റു ഡീറ്റെയിൽസ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ചാർജർ വെക്കുന്നതിൻ്റെ പിന്നെ അതിൻ്റെ അഡാപ്റ്ററും ഇവിടെ കേബിളും ആയിട്ടൊക്കെ വെക്കുന്ന ഒരു ഇത്. പ്രത്യേകിച്ച് ഇതിൻ്റെ മറ്റേശം പിന്നെ കുറച്ച് ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽസ് വേണം. അതിനുശേഷം അന്നൊരു വലിയ ബോക്സ് എന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കണത്തേക്ക് അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് ഞാൻ ഐപാഡ്. അപ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന അഡാപ്റ്റർ അത്യാവശ്യം എല്ലാ ഫോണുകളുടെ അപേക്ഷിച്ച് ചെറിയ അഡാപ്റ്ററും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്സിൻ്റെ കേബിൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന തുണി കണക്കെടുത്തൊരു ക്ലോത്തിങ് കണക്കത്തൊരു അത്യാവശ്യം ചാർജിങ് ടൈം എന്ന് പറയുമ്പോൾ സമയം എടുക്കും. എന്ന് വെച്ചാൽ നമ്മളെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം എടുക്കും ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ യൂസ് എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചു തരാം. വീണ്ടും പ്രതീക്ഷിക്കുന്നത് ഐപാഡിൻ്റെ ഇതായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഐപാഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഐപാഡ്. ഏകദേശം ഞാൻ കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഞാൻ അന്ന് ഏകദേശം യെല്ലോ ഏകദേശം 3-4 കളർ അവൈലബിൾ ആയിരുന്നു. ഇത് ഐപാഡ് ഞാൻ ഇന്നത്തെ 10th ജനറേഷൻ ഏകദേശം. പിന്നെ ഇവിടെ മറ്റേ സ്പീക്കറുണ്ട്, ഡോൾബിയുടെ സ്പീക്കറുണ്ട്. പിന്നെ ഇവിടെ ഫിംഗർ വരുന്നത് ഒരു മിനിറ്റ്. ഇവിടെയാണ് അതിൻ്റെ ഫിംഗർ പ്രിൻ്റ്. എന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴാ സ്പോട്ടിലാണ്. അപ്പോൾ നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് 10.9 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു അത്യാവശ്യം ഒരു വലിയൊരു ഡിസ്പ്ലേ. എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മളെ കയ്യിലൊക്കെ ഇരിക്കാൻ മതി. നല്ല ബൾക്കിയായിട്ടൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റിലൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് വെയിറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. സംഭവം നല്ല അടിപൊളിയാണ്, നല്ല സ്മൂത്താണ്. നമുക്ക് കയ്യിലൊക്കെ വെച്ച് പ്രത്യേകിച്ച് പിന്നെ എൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 12 MB എന്ന് വെച്ചാൽ അതേപോലെ ചെറിയൊരു ക്യാമറ ഉണ്ട്. ഇവിടെ ബാക്ക് ക്യാമറ വരുന്നത് 12 MB ക്യാമറയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് ടൈപ്പ് സി ആണ് കേബിള്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ എൻ്റെ ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ A41 ബയോണിക് ചിപ്പ് സെറ്റാണ് വരുന്നത്. പിന്നെ 10.9 ഡിസ്പ്ലേയും 7606 mAh ഒരു വലിയൊരു ബാറ്ററി നൽകിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സംഭവം അടിപൊളിയാന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ബാങ്കുകളൊന്നും സംഭവം അടിപൊളി നല്ല കാണിച്ചു തരാം. ജസ്റ്റ് വീഡിയോയുടെ കാണാൻ പറ്റുന്ന അറിയത്തില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ജസ്റ്റ് ഇതിനകത്തിപ്പം ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പിന്നെ സ്ലിമ്മാ എന്ന് വെച്ചാൽ കയ്യിലേ ഇരിക്കാൻ നല്ല സ്ലിമ്മാണ്. ഹീറ്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ജസ്റ്റ് ക്യാമറ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഓവർ ഹീറ്റിംഗ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറിയൊരു ഷോർട്ട്
പക്ഷെ ഇത് ഇറങ്ങിയിട്ട് ഏകദേശം കുറച്ച് നാളായി. ഞാനിപ്പം യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ വോളിയം ബട്ടണൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് സിനിമ കാണാനൊക്കെ പറ്റും. പക്ഷെ ഡോൾബിയുടെ വലിയൊരു സ്പീക്കർ ഇതിൻ്റെ സൈഡിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൂ കളറാണ്. പക്ഷെ യെല്ലോ ഉണ്ടായിരുന്നു, യെല്ലോവും ബ്ലൂവും അങ്ങനെ ഏകദേശം 3-4 കളർ അവൈലബിൾ ആയിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ബ്ലൂ ആണ്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്ന് വെച്ചാൽ ഇപ്പം ഈ എഡിറ്റിംഗ് പർപ്പസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്പിളിൻ്റെ ഐഡിയ എന്ന് വെച്ചോട്ടെ. അങ്ങനെ ഇതിൻ്റെ ആപ്പിൾ ഐഡിയ അയച്ചിട്ട് സംഭവം ഇത്ര ഉള്ളു. വേറെ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ എൻ്റെ കൂടെ ഒരു സേഫ്റ്റി കണ്ടിട്ട് ഒരു പൗച്ച്, അത് ഞാനിവിടെ ചുമ്മാ എടുത്ത് വെച്ചെന്നായിരുന്നു. ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഫ്ലിപ്പാണൊക്കെ തന്നത്. ഞാൻ ജസ്റ്റ് ആമസോണിൽ നിന്ന് മേടിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആപ്പിളിൻ്റെ സ്റ്റിക്കറാണ്, അത് ഞാൻ ഇത് ഒട്ടിച്ചെന്നേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലൊക്കെ അത്യാവശ്യം എവിടെയും പോകുന്ന ചിലപ്പോൾ കൊണ്ടുപോകും. പിന്നെ വെയിറ്റ്നെസ്സാണ്. പിന്നെ ബാക്കിലൊരു ഫ്ലാഷ് ഉണ്ട്. പിന്നെ ആപ്പിൻ്റെ ലോഗോയുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ കൈയുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിനകത്ത് പറ്റും. എന്ന് വെച്ചാൽ വീഡിയോ നോക്കുമ്പോൾ കാണാൻ പറ്റും, ജസ്റ്റ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പെണ്ണെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇതിനകത്തിട്ടുള്ള സ്റ്റില്ലും വേണമെങ്കിൽ ഞാൻ വീഡിയോ കൈ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അത് ജസ്റ്റ് കാണിക്കാൻ പറ്റും, ഞാൻ കാണിക്കാം. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി ഉള്ളതിന് അതിനകത്ത് വീഡിയോക്കകത്ത് ജസ്റ്റ് കാണിച്ചാൽ വീഡിയോ ഫോട്ടോ ആയിട്ട് സെപ്പറേറ്റ് കാണിക്കാം. അങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ്. പുതിയൊരു കിടിലൻ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.